ആ റോഡ് ഇടത്തോട്ട് തിരിയുന്ന തണ്ണിത്തോട് കഷ്ടിച്ചൊരു കിലോമീറ്ററേ ഉള്ളൂ. നിങ്ങളുടെ വാഹനത്തിൽ ഇന്ധനമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇന്ധനമില്ലെങ്കിൽ അവിടുന്ന് ഇന്ധനം അടിക്കണം. ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ എങ്ങും പെട്രോൾ പമ്പില്ല. ഇന്ന് ഞാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി റേഞ്ചിൻ്റെ കീഴിലുള്ള ആലുവാങ്കുടി ശിവക്ഷേത്രം. റോഡ് അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട്, നല്ല റോഡുമാണ്, കുഴപ്പമില്ല. രണ്ട് സൈഡും റബ്ബറാണ്. അതൊരു 1/2 കിലോമീറ്റർ ഇതിനേ ഉള്ളൂ. അതിനപ്പുറം കംപ്ലീറ്റ് വനമാണ്. ഈ വലത്ത് സൈഡിൽ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ആനയും മറ്റ് മൃഗങ്ങളും എല്ലാം വെള്ളം കുടിക്കുന്ന സ്ഥലമാണ്. ചില സമയങ്ങളിൽ ആനയൊക്കെ വന്നാൽ 2-3 ദിവസം കഴിഞ്ഞ് തിരികെ പോകത്തുള്ളൂ. വാഹനവുമായി വരുന്നവർ ശ്രദ്ധിക്കണം. നല്ലപോലെ വളവും തിരിവും, റോഡിന് അകലക്കുറവാണ്. വലത് സൈഡ് നല്ല കുഴിയാണ്. ഡ്രൈവിങ് നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പം നല്ലപോലെ ആവിയും ചൂടും ഉള്ള സമയമാണ്. എൻ്റെ വണ്ടിക്കകത്താണ് AC കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ ഇതുവഴി പോയിട്ട് ചൂടിൻ്റെ ആട്ട് ഒന്നും അറിയാനില്ല. നല്ല തണുത്ത കാലാവസ്ഥയാണ്. നല്ല രസമാണ്. നല്ല രസമെന്ന് പറഞ്ഞാൽ നല്ല രസം. അത് ഇതുവഴി പോയി യാത്ര ചെയ്ത് തന്നെ മനസ്സിലാക്കിയാലേ അതിൻ്റെ ആ ഒരു എഫക്റ്റ് വരത്തുള്ളൂ. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക റോഡ്. ഇത് 2 മലകളുടെ അടിവാരത്തുനിന്ന് വെട്ടിയ റോഡാണ്. എനിക്ക് പോകേണ്ടത് ആ മലയുടെ ഏറ്റവും ടോപ്പിനാണ്. അവിടെയാണ് ആലുവാങ്കുടി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ദൈവവിശ്വാസികൾക്കും ഇവിടുത്തെ ഒരു യാത്ര നല്ലൊരു അനുഭവം പങ്കുവെക്കുന്നതാണ്. ആ അനുഭവം എന്ന് പറയാൻ കാരണമുണ്ട്. അത് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പം റോഡൂടെ കാണിച്ചിട്ട് ഞാൻ പറയാം. ഇത് തേക്ക് തോട് ചെറിയൊരു ജംഗ്ഷനാണ്. നമുക്കിവിടുന്ന് ഇടത്തോട്ടാണ് തിരിയേണ്ടത്. ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോവുക. വലത്തോട്ട് റോഡുണ്ട്. അത് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ ആ റോഡ് തീരുക. ഇടത്ത് സൈഡെല്ലാം നല്ല കുഴിയാണ്. റോഡിന് അപ്പുറത്തതിനെ കാട്ടി വീതി കുറവാണ്. 2 4 വീലർ വാഹനങ്ങൾ ഒരു 50-60 സ്പീഡേ വന്നാൽ ആ സ്പീഡിൽ സൈഡ് കൊടുക്കാൻ പറ്റില്ല. അന്നേരം റോഡിൻ്റെ വീതി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പറയുന്നത് ഡ്രൈവിങ് കെയർഫുൾ. നല്ല കണ്ണിന് നല്ല കുളിർച്ച തരുന്ന കാഴ്ചകളാണ്. ഇതാണ് കരുമാന്തോട്. ഇതും ചെറിയൊരു ജംഗ്ഷനാണ്. ഇവിടം കൊണ്ട് ടാറിങ് റോഡ് തീരുകയാണ്. ഇവിടം കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ടാറിങ് റോഡില്ല. ബസ്സുകൾ സർവീസും ഇവിടെ വരെ ഉള്ളൂ. ഈ ഇടത്തോട്ട് കാണുന്ന കോൺക്രീറ്റ് റോഡ് ഒരു 2 കിലോമീറ്റർ കയറി കഴിഞ്ഞാൽ ആ റോഡും അവിടെ കൊണ്ട് തീരുക. ഇനിയുമാണ് ഡ്രൈവിങ് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗം. ഞങ്ങൾ ഈ കടയിൽ നിർത്തി മുറുക്കാനൊക്കെ മലക്കി വെക്കാൻ വാങ്ങിക്കൊണ്ടാണ് പോയത്. റോഡ് ഇടുങ്ങിയ റോഡാണ്.
ഒരു വാഹനത്തിന് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. എതിരെ വാഹനം വന്നു കഴിഞ്ഞാൽ എവിടെ സ്ഥലം കിട്ടുന്നു അവിടെ ഒതുക്കി കൊടുക്കണം. ഇതുവഴി പിന്നെ ബസ്, ലോറി അങ്ങനെയുള്ള വാഹനങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, റോഡ് വളരെ മോശമാണ്. വണ്ടിക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് പണിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ജോലി ചെയ്ത് തീർത്തതിന് ശേഷമേ വാഹനമായിട്ട് വരാവൂ. പിന്നെ ചെറിയ കാറുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതിൽ 5-6 പേര് ഒരുമിച്ച് വരാതിരിക്കുക. വണ്ടി വലിഞ്ഞ് കയറത്തില്ല. ഇനിയും കുറച്ചുകൂടെ മുമ്പോട്ട് പോകും തോറും കയറ്റം കൂടി വന്നിട്ട് നല്ല ഒന്നാം തരം കയറ്റങ്ങളാണ്. പിന്നെ ഈ കയറ്റത്തിൻ്റെ മാത്രമല്ല, റോഡ് കുണ്ടും കുഴിയും കൂടെ ആയതുകൊണ്ട് വലിയ പ്രശ്നവുമാണ്. ഇടത് സൈഡെല്ലാം അഗാധമായ കുഴിയാണ്. റോഡ് ഉണ്ടോ, വളരെ ദയനീയ അവസ്ഥയാണ്. മറ്റൊന്നും അല്ല, മെയിനായിട്ടുള്ള കാര്യം ഈ ക്ഷേത്രത്തിലേക്കുള്ളവരും പിന്നെ ഇവിടെയൊക്കെ വിരലിലെണ്ണാവുന്ന താമസക്കാരൊക്കെ ഉള്ളൂ. ഇവിടെല്ലാം ആനയും മറ്റ് വന്യമൃഗങ്ങളെല്ലാം ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. ഇവർക്കൊക്കെ ഒരു ആശുപത്രി കേസ് കേട്ട് അല്ലെങ്കിൽ നല്ലൊരു ഷോപ്പിങ് കാര്യങ്ങളോ ഒക്കെ നടത്തണമെങ്കിൽ കോന്നി അല്ലെ പത്തനംതിട്ട വരണം. ആ വലത്തോട്ട് കാണുന്ന റോഡ് 2 കിലോമീറ്റർ മേപ്പോട്ട് കയറിയാൽ അതും അവിടെ കൊണ്ട് തീരുക. ഇത് റണ്ണിങ്ങിൽ ഒരു പക്ഷേ കയറ്റമായിട്ട് തോന്നില്ലായിരിക്കാം. പക്ഷേ എങ്കിൽ ഒരു പേപ്പർ കനത്തിന് ഇങ്ങനെ അങ്ങ് കയറ്റമാണ്. അത് നമ്മൾ ഒരിടത്ത് നിർത്തിയിട്ട് നമ്മൾ വന്ന ഭാഗത്തോട്ട് നോക്കിയാലേ നമ്മൾ എത്രത്തോളം കയറ്റം കയറി വന്നു എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. റോഡ് നല്ല കുണ്ടും കുഴിയൊക്കെയാണ്. വാഹനങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം നല്ല പണികളൊക്കെ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ വരാവൂ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, നമ്മുടെ ആൾട്ടോ 800 cc ഇങ്ങനെയുള്ള ചെറുവാഹനം കൊണ്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്ന്, വണ്ടി നിങ്ങൾ 5-6 പേരുണ്ടെങ്കിൽ ഈ കയറ്റം കയറി പോകുമോ എന്നുള്ളൊരു സംശയം. പിന്നെ 2, നമ്മളിനി അങ്ങോട്ട് ചെന്ന് കയറുന്നത് ഘോര വനത്തിലോട്ടാണ് കയറുന്നത്. ആ വനം തൊട്ടങ്ങോട്ട് മൺറോഡാണ്. ചള്ളയും കുഴികളും ഉരുളൻ കല്ലുകളും ഇതിൻ്റെ എല്ലാം മുകളിൽ കൂടി വേണം നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ. സ്കിപ്പ് ചെയ്യാതെ കണ്ട് കഴിഞ്ഞാൽ ഏതെല്ലാം ഭാഗങ്ങളാണ് വണ്ടി കയറാൻ ബുദ്ധിമുട്ടുള്ളതും നല്ല ഞാൻ പറഞ്ഞു തരാം. നമുക്ക് അങ്ങ് ടോപ്പിലാണ് പോകേണ്ടത്. അവിടെയാണ് ക്ഷേത്രം. ഉണ്ടോ, അങ്ങ് ടോപ്പിൽ പോകണം. ഇവിടെയൊക്കെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ്. എന്നാൽ ഇവിടെ ഉള്ളവർക്കൊക്കെ അതിൻ്റെ രീതിയും കാര്യങ്ങളും സമയവും എല്ലാം അറിയാതെ കൊണ്ട് അതനുസരിച്ചൊക്കെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അവർക്കൊക്കെ ഇത് ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന ജീപ്പാണ്. ആന ഒരു ഇത്ര ശതമാനം ദൂരെ വരുമ്പോഴേ അവർക്ക് ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളുമൊക്കെ അടിച്ച് കഴിയുമ്പോൾ അവർക്കറിയാം ഇന്ന ഭാഗത്ത് ആന ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആന ചിഹ്നം വിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ സൗണ്ടിൻ്റെ എഫക്റ്റിൽ അത് എത്രത്തോളം അകലെയാണ്, എത്രത്തോളം അടുത്താണ് എന്നെല്ലാം ഇവിടുത്തെ നാട്ടുകാർക്കറിയാം. നമ്മുടെ നാട്ടിൽ പശുവിനെ ആടിനെയൊക്കെ നമ്മൾ വളർത്തുന്ന പോലെ ഇവരിതിനെല്ലാം കണ്ട് കേട്ട്
ശീലിച്ച് അവർ വളർന്നതുകൊണ്ട് അവർക്കത്ര വലിയ ഭയപ്പാടില്ല. ഇവിടെ മുതൽ തെങ്ങിൽ കയറുന്ന പോലുള്ള കയറ്റമാണ്. തേണ്ട എൻ്റെ വണ്ടി ഇടത്തോട്ടാണ് തിരിയേണ്ടേ, ഒടിഞ്ഞ് കയറത്തില്ല. ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പം പിന്നെ എനിക്കൊരു ആശയം പിടികിട്ടി. ഞാൻ ഈ റോഡെ നേരെ പോയി റിവേഴ്സ് എടുത്തിട്ട്. നിങ്ങൾ കണ്ടോണം, നിങ്ങൾ ഒരു പക്ഷേ വാഹനവുമായിട്ട് വരുമ്പോൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് വരണം എന്ന് ഇതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കണം. ഇവിടെ നിർത്തി വണ്ടി തിരിച്ചു. വണ്ടി തിരിച്ചിട്ട് ഇവിടുന്ന് ഫ്രണ്ട് പോകുമ്പോൾ ഏകദേശം നേരെ കയറുന്ന പോലെ ഉള്ള റോഡാവും. അങ്ങനെയാണ് എൻ്റെ വണ്ടി അവിടുന്ന് കയറിയത്. ഏറെക്കുറെയൊക്കെ വീട്ടുകാരുമൊക്കെ വരുന്ന ഒരു ഇടയ്ക്കും പഴക്കൊക്കെ ഒരു വണ്ടി വരുന്ന ഒരു റൂട്ടായതുകൊണ്ട് ഇവിടെ വരെയും വലിയ റോഡിനൊന്നും വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമെന്ന് ഉദ്ദേശിക്കുന്ന പായലൊന്നുമില്ല. ഇവിടുന്ന് തൊട്ട് വാഹനങ്ങളൊന്നും വരുന്നതല്ല. റോഡിൻ്റെ കോൺക്രീറ്റിലെല്ലാം പായലാണ്. പായലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പായലുണ്ട്. ടയറും നല്ല കട്ടയുള്ള ടയറായിരിക്കണം, പിടിച്ച് കയറണം. അതുകൊണ്ട് എന്നെ വണ്ടി കണ്ടുകൊണ്ട് ഒരു ജീപ്പ് ചവിട്ടി നിർത്തിയതാണ്. ഇവിടെ തൊട്ട് ഡേഞ്ചർ സോണാണ്. എൻ്റെ വാഹനം കയറിയില്ല. ഞാൻ റിവേഴ്സ് ഇറക്കി 4 പ്രാവശ്യം ട്രൈ ചെയ്തു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ 5ാമത്തെ പ്രാവശ്യം അങ്ങ് കയറി. ഇവിടെ തൊട്ട് മൺറോഡും കല്ലും ഉരുളൻ കല്ലുകളാണ്, കുഴികളുമൊക്കെ നിറഞ്ഞ റോഡാണ്. ഈ കയറി ഇങ്ങോട്ട് വരുന്ന ഇവിടെയും വന്ന് എൻ്റെ വണ്ടി കയറാതെ നിന്നു. ഇതാണ്ട് ഇവിടെ. വീണ്ടും ഞാൻ റിവേഴ്സ് എടുത്തിട്ട് ഒന്നുകൂടൊന്ന് ഓടിച്ച് നോക്കി, കയറിപ്പോയി. അങ്ങനെ കയറി ഞാൻ വണ്ടിയുടെ ആ വൈപ്പറും എല്ലാം കിടന്ന് അടിക്കുമ്പം ചിന്തിച്ചോണം വണ്ടി എത്രത്തോളം വൈബ്രേഷനിലാണ് പോകുന്നതെന്നും തെറിച്ചാണ് പോകുന്നതെന്ന് മനസ്സിൽ ഓർത്താൽ മതി. ഈ വഴികളെല്ലാം ആനയുടെ കേന്ദ്രമാണ്. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് അമ്പലത്തിൽ തൊഴാൻ വരുന്ന വാഹനങ്ങളും അതും ഇതുമൊക്കെ ഉള്ളത് കൊണ്ട് ആണ് ആനകളൊന്നുമില്ലാത്തത്. വേണ്ട, ഈ ക്ഷേത്രത്തിലേക്ക് ജീപ്പ് ട്രിപ്പടിക്കുന്നത് കൊണ്ട് ഓരോരുത്തർ കോന്നിയെന്നും കരുമാന്തോട്ടിൽ നിന്നൊക്കെ വിളിച്ചു വരുന്നവരുമുണ്ട്. വേണ്ട, ചള്ളയും കുഴിയൊക്കെയാണ്. ഇടദിവസങ്ങളിൽ ഇതുവഴി ഒറ്റയ്ക്കൊക്കെ വരിക വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്ന ആ റോഡിലെല്ലാം ആനപ്പിണ്ടമുണ്ട്. ഇന്നലത്തെയൊക്കെ ആവാം. ക്ഷേത്രത്തിലേക്ക് ഞാൻ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു കണ്ണിനൊരു കുളിർമയും പിന്നെ ഈ ആനപ്പിണ്ടവും ഇതെല്ലാം കാണുമ്പോൾ മനസ്സിനൊരു പേടിയും ഉണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് പേടി ഉണ്ട് ചെറുതായിട്ട്. ആ കയറ്റമൊക്കെ കയറി ടോപ്പിൽ വരാൻ വരുന്നവന്മാർ പറയത്തക്ക പേടിയൊന്നുമില്ലായിരുന്നു. പക്ഷേ ആനപ്പിണ്ടവും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് മനസ്സിൽ ചെറിയൊരു ഭയമൊക്കെ ഉണ്ട്. മുമ്പോട്ട് പോവുകയാണ്. എല്ലാം ചള്ളയാണ്. മഴ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ ഇവിടെ മൊത്തം പൂഴിയായിരിക്കും. എൻ്റെ വാഹനം ഞാൻ വനത്തിൽ തന്നെ ഒതുക്കി. ഒരു ജീപ്പ് കയറി വന്നപ്പോൾ പറഞ്ഞ്, ചേട്ടാ ഇറക്കിക്കൊണ്ട് പോകരുത്, വണ്ടി കയറി വരത്തില്ല, ഇവിടെ പെട്ടുപോകും. വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കോന്നിന്നോ പത്തനംതിട്ടയെന്നോ ആൾ വരണം. ഇവിടെ ആയതുകൊണ്ട് അവരിന്ന് വരണമെന്നൊന്നും നിർബന്ധമില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ എൻ്റെ വാഹനം അവിടെ ഒതുക്കി. ഇതാണ് ജീപ്പ് തന്നെ വരുന്നത്, തെറിച്ച കണ്ടോ. ഒരു സ്കൂട്ടർ കൊണ്ട് ഒരാൾ വരുന്നത് കണ്ടോ. ഓടിക്കുവാന്നോ അതോ തള്ളിക്കൊണ്ട് വരുവാന്നോ എന്ന് അറിയത്തില്ല, ആ രീതിയിലാണ്. അങ്ങനെ വാഹനം അവിടെ നിർത്തി ഞാൻ പോരുകയാണ്. മനസ്സിലൊരു പേടിയുണ്ട്, ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോൾ എല്ലാം മൃഗങ്ങളോ എന്തായാലും ആനയോ എല്ലാം ചവിട്ടി കൂട്ടുപോകുന്നു എൻ്റെ വണ്ടി. എനിക്ക് കഞ്ഞി കുടിക്കാനൊക്കെ കൊണ്ട് ആ ഒരു വണ്ടിയേ ഉള്ളൂ, അത് ഓടിച്ചാൽ ജീവിതം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വരുന്ന വഴിക്ക് നല്ല തോടുകളും അരുവികളും എല്ലാം ഉണ്ട്. നല്ല ഐസ് പോലെ തണുത്ത വെള്ളമാണ്. ഞങ്ങൾ മുറുക്കാൻ വാങ്ങി എന്ന് പറഞ്ഞ ആ സ്ഥലം കരുമാന്തോട്. അവിടുന്ന് ജീപ്പ് ട്രിപ്പ് അടിക്കുന്നുണ്ട്, ഒരാൾക്ക് 100 രൂപ. ഇത് ഈ ഇടത്ത് കാണുന്ന വഴി സീതത്തോട്ടിൽ നിന്ന് വന്ന് കയറുന്നതാണ്. അവിടുന്ന് ജീപ്പ് വിളിച്ച് വരുവാണെങ്കിൽ 1500 രൂപ. കോന്നിയിൽ നിന്നാണെങ്കിൽ 3000 രൂപ. തിരികെ ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് തിരികെ കൊണ്ടുപോകും. ഞാൻ ഇവിടുത്തെ ജീപ്പിൻ്റെ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി. ഇത് ക്ഷേത്രക്കുളമാണ്. ക്ഷേത്രത്തിൽ തിരക്കിയപ്പോൾ ഒരിക്കലും ഈ വെള്ളം പറ്റത്തില്ല ആ കുളത്തിൽ. ഇത് ക്ഷേത്രത്തിൽ തൊഴാൻ വന്നവരാണ്, അവരെന്തോ വഴിപാട് നേർന്നിട്ടുണ്ട്. ആ വഴിപാടിൻ്റെ ഭാഗമായിട്ട് പായസം വെക്കുക. അവരൊരു 6-7 പേരുണ്ട്, എല്ലാവരും കൂടെ ഒരു 2 കുടുംബക്കാരാണ്. പായസം വന്നിട്ട് ഒരു ഗ്ലാസ് പായസം കുടിക്കണം. ഇതെൻ്റെ സുഹൃത്താണ് ഈ കാവിക്കൈയിൽ കൊടുത്ത് നിൽക്കുന്നത്. അദ്ദേഹം ഇതിനു മുമ്പേ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെയാണ് മലയ്ക്ക് മുറുക്കാൻ വെക്കുന്നത്. ഇവിടെ കള്ളും വെറ്റയും കൊയിലയും പാക്കും ചുണ്ണാമ്പും എല്ലാം കൊടുക്കുമ്പോൾ ഊരാളിയുണ്ട്. ഊരാളിയോട് നമ്മുടെ പ്രശ്നം പറയുമ്പോൾ ഊരാളി അത് മലയ്ക്ക് കാര്യങ്ങളെല്ലാം വെച്ച് മലയപ്പൂപ്പനോട് കാര്യങ്ങൾ പറയും. അതാണ് ക്ഷേത്രം, ആലുവാങ്കുടി ശിവക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഫ്രണ്ട് ഭാഗങ്ങളാണ്. അതിവിടെ വന്ന് കാണണം, നല്ല വണ്ടർഫുൾ പ്ലേസാണ്. നല്ല രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസം, കണ്ണിന് നല്ലപോലെ കൂർമ്മയാകുന്ന ഒരു അന്തരീക്ഷമാണ്, നല്ല തണുപ്പും. ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗങ്ങളാണ്. അവിടെ അന്നദാനമുണ്ട്. പലരും വന്ന് ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് അന്നദാനം കഴിക്കുന്നവരുണ്ട് എന്നല്ല, മിക്കവരും അന്നദാനം കഴിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ അന്നദാനത്തിൻ്റെ കാര്യം അറിയില്ലായിരുന്നു. ഞാൻ വെളിയിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടാണ് വന്നത്. അങ്ങനെ ആലുവാങ്കുടി ശിവക്ഷേത്രം. ഇത് ആലുവാങ്കുടിയുടെ ദേവസ്വം ബോർഡും കാര്യങ്ങളുമൊക്കെയാണ്. ഇത് അമ്പലത്തിൻ്റെ പിൻഭാഗമാണ്. കണ്ടോ, അതൊക്കെ കാണാൻ എന്നാ രസമാണ്. വിളിച്ച വിളിപ്പുറത്തുള്ള അപ്പപ്പന ആലുവാങ്കുടി ശിവ ഭഗവാൻ. ഇവിടെ എല്ലാ ദിവസവും നട തുറക്കില്ല, 1-ാം തീയതി മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റ് വിശേഷാൽ ദിവസങ്ങൾ 12 വിളക്ക്, 41 ശിവരാത്രി. ശിവരാത്രിയുടെ അന്ന് ഭയങ്കര പരിപാടിയും കാര്യങ്ങളുമാണ്. അന്ന് നമ്മൾ ഈ ഫോറസ്റ്റിലേക്ക് കയറി മൺ റോഡൊക്കെ ഞാൻ കാണിച്ചല്ലോ, അതിനൊക്കെ താഴെ തൊട്ടേ വാഹനങ്ങൾ ബ്ലോക്കാവും. അതുപോലെ തിരക്കുള്ള ദിവസം ഈ ഗ്രൗണ്ടിലൊക്കെ നിറഞ്ഞ വണ്ടികളായിരിക്കും. ഇതാണ് അമ്പലത്തിൻ്റെ കിണർ. ഇത് ക്ഷേത്രത്തിലേക്ക് നേരിട്ട് വെയിലടിക്കുന്നതുകൊണ്ട് കെട്ടിയേക്കുന്നതാണെന്ന് തോന്നുന്നു ഫ്രണ്ടിലെ ആ പടുത. ശ്രീകോവിലിനുള്ളിൽ എന്തോ പൂജ നടക്കുകയാണ്. വേണ്ട, അന്നദാനം. ശ്രീകോവിൽ തുറന്നു.
ഞാനും കയറി തൊഴുതു. ഈ ശ്രീകോവിൽ നമുക്ക് കാണാം നല്ലപോലെ. പടുത ഉള്ളതുകൊണ്ട് നല്ലപോലെ കാണുന്നില്ല. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഞാൻ എടുക്കുന്നില്ല. ആരും എന്നോട് ഒന്നും പറഞ്ഞില്ല. എന്നിരുന്നാലും അത് ശരിയല്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളെടുക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ശാന്തി. പായസം റെഡിയായി. ഇനി ഒരു ഗ്ലാസ് പായസം കുടിക്കണം. നല്ല അടിപൊളി പായസമായിരുന്നു. അവിടെ വന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിനി തിരികെ പോകാനെ കൊണ്ടുള്ള പരിപാടിയാണ്. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ഒരു തീരുമാനമെടുത്ത് ഏത് വാഹനം വേണം, എങ്ങനെ പോകണം എന്നെല്ലാം മുൻകൂട്ടി ഒരു തീരുമാനം എടുത്തതിന് ശേഷം വരിക.